നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ വ്യവസായിയായിട്ടുള്ള ലൈംഗിക കുറ്റവാളിയായി അമേരിക്കയിൽ കോടതി ശിക്ഷിച്ച ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തിയുടെ ഫയലുമായി ബന്ധപ്പെട്ട് മെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നീറിപ്പുകയുകയാണ്. നരേന്ദ്രമോദി ചില നിർദ്ദേശങ്ങൾ എന്തിനാണ് എപ്സ്റ്റീനിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചത് എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. അതായത് 2017 നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം കൃത്യമായി അത് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ, അമേരിക്കയുമായി ബന്ധപ്പെട്ട ചില ഡീലുകൾ ഉറപ്പിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്ന് പറയുന്ന ഈ ഫയല്, ഈ ഇമെയിൽ സന്ദേശം ഇപ്പോൾ അമേരിക്ക കൃത്യമായി പുറത്തുവിടുന്നത് നരേന്ദ്രമോദിക്ക് ആഘാതമുണ്ടാക്കുകയാണ് എന്ന് തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. അതായത് പ്രതിപക്ഷം ഇതിനെ ഒരു ശക്തമായ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു വിവാദ വ്യവസായി, അതും ലൈംഗിക കുറ്റവാളിയായ ഒരു വ്യക്തിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു എന്നുള്ളത് വലിയ ശക്തമായ ആരോപണമാണ്. ഇതിനെ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളയുകയാണ്. 2017 ജൂലൈ മാസത്തിൽ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തി എന്നതൊഴിച്ചാൽ ആ മെയിലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ശരിയല്ല. അതെല്ലാം പൊടിപ്പും തൊങ്ങലും ഉള്ളതാണ്. യാഥാർത്ഥ്യവുമായി ഒരു രീതിയിലുള്ള സാമ്യതയും ഇല്ല. ഇതൊക്കെ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരാകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ നരേന്ദ്രമോദി 2019 തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ ചില നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ശരിവെക്കുകയാണ് എന്ന് പ്രതിപക്ഷം പറയുകയാണ്. നമുക്കറിയാം, 2019 തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്ക് 303 സീറ്റുകൾ കേന്ദ്രത്തിൽ ഈ രാജ്യത്ത് കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് BJPക്ക് ഉള്ളിലുള്ള ആളുകൾ തന്നെ പറഞ്ഞത് വിദേശ ഫണ്ടിങ് വലിയ തോതിൽ സഹായകമായി എന്നുള്ളതാണ്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള സന്ദേഹം അത് പ്രതിപക്ഷം കൃത്യമായി പങ്കുവയ്ക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം, ഇന്ത്യ മുന്നണി ഒന്നടങ്കം നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിനെ ലഘൂകരിക്കാൻ കഴിയില്ല. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില നീക്കങ്ങൾ നടത്തുകയാണ്. മോദിയെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എന്നൊക്കെയാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അത് യൂറോപ്യൻ യൂണിയനുമായി അടുത്തുകൊണ്ട് കരാർ ഒപ്പിടുമ്പോൾ അമേരിക്കയെ പിന്തള്ളാനും അമേരിക്കയെ ഒഴിവാക്കാനും ശ്രമിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയുടെ തിരിച്ചുള്ള പ്രതികരണമാണിത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികാര നടപടിയാണിത് എന്നൊക്കെ BJP പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി പെട്ടെന്ന് എന്തുകൊണ്ടാണ് ട്രംപുമായി അകൽച്ചയിലേക്കായത്? ഇവിടെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിഷയം അത് ഒരു ക്രിമിനലിൻ്റെ വെറും ജൽപ്പനമായി കണ്ടാൽ മതി, ക്രിമിനലുകൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുമ്പോഴും ഈ ഫയലിനെ കുറിച്ചുള്ള ആധികാരിക റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നത്.